3 വജ്രായുധങ്ങൾ ഇന്ന് ഈ വട്ടമേശ സമ്മേളനത്തിൽ പുറത്തെടുത്തു എന്നുള്ളതാണ്. അതിൽ കെ.സിയുടെ വജ്രായുധം എം.എൽ.എമാരുടെ പിന്തുണ എന്നത് തന്നെയാണ്. എം.എൽ.എമാരുടെ പിന്തുണ എനിക്കാണ് എന്ന അവകാശവാദം കെ.സി അവിടെ ഉന്നയിച്ചു എന്നാണ് നമ്മളുടെ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് എം.എൽ.എമാരുടെ വികാരമാണ് കേരളത്തിന്റെ വികാരം എന്ന് കെ.സി വേണുഗോപാൽ അവകാശപ്പെട്ടിരിക്കുന്നു എന്നതാണ്. വി.ഡി. സതീശന്റെ വജ്രായുധം എന്താണ് എന്നറിയാമോ? അങ്ങനെ കെ.സിയാണ് മുഖ്യമന്ത്രിയാകുന്നത് എങ്കിൽ പറവൂരിൽ മത്സരിച്ചുകൊള്ളൂ എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ വി.ഡി. സതീശൻ പിന്നിട്ട് നിന്ന മണ്ഡലമാണ് പറവൂർ. അവിടെ കെ.സി വരികയാണെങ്കിൽ ഇരിക്കൂരിൽ തോൽപ്പിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ഇരിക്കൂരിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഇരിക്കൂരിലെ കോൺഗ്രസ്സുകാർ പറഞ്ഞത്. പറവൂരിൽ വന്നാൽ നിലം തൊടില്ല എന്നുള്ളതാണ് വി.ഡി. സതീശൻ അവകാശവാദം. പക്ഷെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിലും അതിന്റെ മുഴുവൻ പടി ആർക്ക് വരും? വി.ഡി. സതീശന് വരും. നിന്ന് തോൽപ്പിച്ചു എന്നായിരിക്കും. ഇനി എല്ലാ കാലത്തെയും രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം സോണിയാഗാന്ധിയാണ്. സോണിയാഗാന്ധിക്ക് ഗാന്ധി കുടുംബവുമായി രമേശ് ചെന്നിത്തല അടുത്ത് നിന്ന് അവരുടെ എല്ലാ രാഷ്ട്രീയ തീരുമാനങ്ങൾക്കും ഒപ്പം രാഷ്ട്രീയം പടുത്തുയർത്തിയ കാലഘട്ടം സോണിയാഗാന്ധിക്കെങ്കിലും മിനിമം ഓർമ്മയുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം ഏറ്റവും അവസാനം സോണിയാഗാന്ധിയെ ഈ വിഷയത്തിൽ ഇടപെടിക്കണം, സോണിയാഗാന്ധിയുടെ ആയിരിക്കണം അവസാന തീരുമാനമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. ഈ 3 കാര്യങ്ങളിൽ തട്ടിയാണ് ഇന്ന് വൈകുന്നേരം 7 മണിക്കും തീരുമാനമാകാതെ വട്ടമേശ സമ്മേളനം പിരിഞ്ഞത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ കണ്ട മറ്റൊന്നുണ്ട്. അതിൽ കുറച്ച് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട്. അത് അങ്ങനെ എടുക്കില്ല പ്രേക്ഷകരെന്ന് വിചാരിക്കും. ഇനി എടുത്താലും അത് എൻ്റെ അല്ല, സമൂഹ മാധ്യമങ്ങളിൽ ആരെങ്കിലും എഴുതിയതാണല്ലോ. ഒന്ന്, വെളുത്ത പുകയാണെങ്കിൽ RC ആണ്, കറുത്ത പുകയാണെങ്കിൽ KC ആണ്, ഇനി രണ്ടുപേരുടെയും പുക കണ്ടാൽ അത് VD ആണ് എന്നുള്ളതാണ്. എൻ്റെതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലെ നെഗറ്റീവ് സൈഡ് എടുക്കുന്നില്ല എന്നതാണ് എനിക്കതിൽ പറയാനുള്ളത്. നമ്മളൊരു ലൈറ്റർ മൂഡിലാണല്ലേ? ഏറെക്കുറെ ഞാൻ ഇനി പ്രതിഷേധങ്ങൾക്ക് പേരിൽ വലിയ പഴി കേൾക്കേണ്ടി വരുന്നുണ്ട് VD സതീശൻ പക്ഷം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഫ്ലക്സ് ബോർഡുകളടക്കം എല്ലാവരുടേതും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും എടുത്തു മാറുന്നുണ്ട്. പക്ഷേ ഈ പ്രതിഷേധങ്ങൾ ഹൈക്കമാൻഡ് കണ്ടിട്ടുണ്ട്. കാരണം ജനവികാരം എന്നതിനെ കൂടി കണക്കിലെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഈ 45 പേർ കൈവക്കുന്ന ആ തീരുമാനം മാത്രം എടുക്കാത്തത് കൊണ്ടാണ് ഇന്ന് 7 മണിക്കും തീരുമാനമാകാത്തത്. അല്ലെങ്കിൽ പിന്നെ അതാണ് ഈ കല്ലെ പിളർക്കുന്ന സുഗ്രീവാജ്ഞ എന്ന നിലയ്ക്ക് കണക്കിലെടുത്തിട്ടുണ്ടെങ്കിൽ 4 പേർക്കും ഇന്ന് വൈകുന്നേരം വിമാനം പിടിക്കാമായിരുന്നു. പക്ഷെ അത് നടക്കാത്തത് മറ്റുള്ള കേരളത്തിലെ രാഷ്ട്രീയം ഈ ഗ്രൗണ്ട് കൂടി മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യം.